എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് പള്ളിയിൽ വിശുദ്ധവാരത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. വികാരി ഫാദർ സേവർ ചിറമേൽ ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ മീറ്റിങ്ങിൽ നമുക്ക് വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് വളരെ പ്രശസ്തമായ ദീപക്കാഴ്ച നടത്തുന്നത് പൂങ്കാവ് പള്ളിയിലാണ്. പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം 8 മണി മുതൽ നേരം വെളുക്കുന്നത് വരെ ജനങ്ങൾ വിളക്കുമായിട്ട് കത്തിച്ച് ആ പള്ളിമുറ്റത്ത് ഭക്ത നിർഭരമായിട്ടിരിക്കുന്ന ആ മുഹൂർത്തം വളരെ മനോഹരമാണ്. അതിൽ 40% വരുന്നത് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സ്വന്തം ഹൈന്ദവ സഹോദരങ്ങൾ ആ പള്ളിമുറ്റത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ഒരു മനോഹരമായൊരു കാഴ്ചയാണ്. എവർക്കും പൂങ്കാവിൻ്റെ മടിലേക്ക് സ്വാഗതം, അനുഗ്രഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, 1952 മുതലാണ് പൂങ്കാവ് പള്ളിയിൽ വിശുദ്ധവാര തിരുക്രമങ്ങൾ ആരംഭിക്കുക. അന്ന് വളരെ പരിമിതമായ സൗകര്യത്തോടെ കുറച്ചു പേർ മാത്രം പങ്കെടുത്തിരുന്ന ഒരു വിശുദ്ധവാര ആചരണം ക്രമേണ ലഭിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങളുടെ തോതനുസരിച്ച് വിശ്വാസികൾ കൂട്ടം കൂട്ടമായി എത്തുകയും ഇന്നിപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ വിശുദ്ധവാര ദിവസങ്ങളിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്ര വിപുലമായിട്ട് നടത്താൻ കഴിഞ്ഞത് ഒരുപക്ഷെ മീഡിയക്കാരുടെ സഹകരണം കൊണ്ടാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ സമയാസമയങ്ങൾ മീഡിയ വഴി കേരളത്തിലെ ജനങ്ങൾ അറിയുകയും അതനുസരിച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഓശാന ഞായറാഴ്ചയും ദുഃഖവ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും 10,000-കണക്കിന് ജനങ്ങൾ അവർ വന്നു പോകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്ന് ഓശാന ഞായറാഴ്ചയാണ്. കുരുത്തോല തിരുനാൾ എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള തിരുക്കർമ്മങ്ങളാണ്. അതിൻ്റെ കവറേജ് അത്യാവശ്യമായിട്ട് നിങ്ങൾ നടത്തണമെന്നൊരു പ്രത്യേക അഭ്യർത്ഥന കൂടി. പിന്നെ പെസഹ വ്യാഴാഴ്ച ദീപക്കാഴ്ചയുണ്ട്. പറയപ്പെടുന്നത്, ഞാനിവിടെ ഒരു പുതുമുഖമാണ്, ഇവിടെ വന്നിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ കേട്ടിടത്തോളം ഏഷ്യയിലെ വലിയ ദീപക്കാഴ്ചകളൊന്ന് പൂങ്കാവ് പള്ളിയിൽ നടത്തപ്പെടുന്ന ദീപക്കാഴ്ചയാണെന്ന് പറഞ്ഞത്. രാത്രി 8 മുതൽ വെളുപ്പിന് 6 മണി വരെ നടക്കുന്ന ഒരു ദീപക്കാഴ്ചയാണ്. 1000-കണക്കിന് ജനങ്ങൾ അതിൽ പങ്കെടുക്കാറുണ്ട്. അതിൽ 40% അക്രൈസ്തവരാണ്, പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരങ്ങളാണ് മിക്കവാറും അവിടെ വന്ന് 40% വരുന്നവർ. അവരാണ് വിശ്വാസത്തോടെ ദീപക്കാഴ്ച നടത്തുക. പിന്നീട് ദുഃഖവെള്ളിയാഴ്ച നഗരി കാണിക്കൽ ഒരു വലിയ സംഭവമാണ്.